നടന്ന് നടന്ന് കാലുകൾ കുഴഞ്ഞു. ഇനി എത്ര ദൂരമുണ്ടാകും? ഈ വഴിക്കൊരവസാനവുമില്ലേ? അതെങ്ങനെയാ? എല്ലാവരെയും പിന്നിലാക്കി പോരുവാനുള്ള തിരക്കിലായിരുന്നല്ലോ. ഇത്രയ്ക്ക് സ്വാർത്ഥത പാടില്ല. ഷോ, ഒന്ന് നിർത്തിക്കൂടെ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തർക്കം. എത്ര ദിവസങ്ങൾ, എത്ര ദൂരം നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ഒപ്പമുണ്ടായിരുന്ന പലരും തിരിച്ചുപോയി. ചിലർ വഴിയിൽ തളർന്നു വീണു. എന്നിട്ടും നമ്മൾ യാത്ര തുടർന്നു. ഇനിയും തമ്മിൽ മനസ്സിലാക്കാൻ കഴിയാതെ എന്തിനീ കലഹം? അതെ, എനിക്ക് അല്പം സ്വാർത്ഥതയുണ്ട്. എൻ്റെ യാത്രയിൽ ഞാൻ തനിച്ചായിരുന്നു. ഇടയിൽ വന്നുകൂടിയ ആരും എന്നെ ഭരിക്കാൻ വരണ്ട. അതെനിക്കിഷ്ടമല്ല. ആരും ഭരിക്കാൻ വന്നതല്ല. ഒരല്പം മനസാക്ഷി കാണിക്കണം എന്ന് പറഞ്ഞുവെന്ന് മാത്രം. ജീവിക്കാൻ എനിക്കൊരു തൊഴിൽ വേണം. നോക്ക്, സർവകലാശാലകൾ നടത്തിയ പരീക്ഷകളിൽ എല്ലാറ്റിലും 1ാം റാങ്ക് നേടിയവനാണ് ഞാൻ. സർട്ടിഫിക്കറ്റുകൾ ഇതാ ഈ ബാഗിലുണ്ട്. അതുകൊണ്ട് എന്ത് ഗുണം? തൊഴിൽ തെണ്ടാനല്ലേ വിധി. അതേ കലാശാലയുടെ പരീക്ഷകളിൽ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും ഒക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. എന്നിട്ടിപ്പോ ഈ നാൽക്കവലയിൽ ദിശ അറിയാതെ നിൽക്കുന്നു. യോഗ്യതകളുടെ സാക്ഷ്യപത്രങ്ങൾ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ചെന്നു ചേരാൻ വഴി ഏതെന്ന് കൂട്ടായി ചിന്തിക്കാം. അങ്ങനെ ഒരു കൂട്ടായ്മ വേണ്ട. എനിക്ക് എൻ്റെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. നമ്മുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണല്ലോ. ഇതെന്തൊരു ഗതികേട്! നിങ്ങളാരാ? എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത്? ചിരിക്കാതെ എന്ത് ചെയ്യാൻ? വഴിയറിയില്ലെങ്കിലും വഴക്കറിയാം. തഴക്കം കൊണ്ട് പഴക്കം വന്നതുമില്ല. നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അർത്ഥം തേടി അനർത്ഥം വരുത്തി വെക്കുകയാണ് നിങ്ങളുടെ തലമുറ. എനിക്കിതാ പിടിക്കാത്തത്. പ്രായം ചെന്നാൽ പിന്നെ പിൻതലമുറയെ കുറ്റം വിധിച്ച് വ്യവസ്ഥിതികൾക്ക് നേരെ കാറിത്തുപ്പി അങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം. വാർദ്ധക്യത്തോട് എന്തിനാ ഈ അസഹിഷ്ണുത? ഈ വഴി അത്രയും നടന്ന് വിവശരായ നിങ്ങൾ അറിയണം, നിങ്ങളുടെ ആയുസ്സും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റുള്ളവർക്ക് ചിരിക്കാനും കരയാനും ഒക്കെ അവകാശമുണ്ട് കേട്ടോ. തത്വങ്ങൾ ഒരുപാട് കേട്ട് തഴമ്പിച്ചവരാണ് ഞങ്ങൾ. ഇസങ്ങൾ ചവിട്ടിക്കുഴച്ച മണ്ണിൽ തന്നെയാണ് ജീവിച്ചതും. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഒരു ജോലി വേണം. യോഗ്യതയ്ക്കനുസരിച്ച് തന്നെയാവണം ജോലി. യോഗ്യത നിർണയിച്ചതാരാ? ദേ, പിന്നെയും വിട്ടിയാക്കുന്ന ഈ ചിരി. ഡോക്ടറാകാനും എഞ്ചിനീയർ ആകാനും ശാസ്ത്രജ്ഞനാകാനുമൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു മനുഷ്യനാകാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? വളരെ വിചിത്രമായ ഒരു പരസ്യം കണ്ട് ജോലിക്ക് വന്നവരാണ് ഞങ്ങൾ. പക്ഷേ വാഹനങ്ങളൊന്നുമില്ലാത്ത ഈ ദിക്കിലാണ് വന്നുപെട്ടത്. ദാ ആ ബോർഡിലെ അക്ഷരങ്ങളൊന്നും വ്യക്തതയുമില്ല. ഏതു വഴി, എങ്ങോട്ട് എന്ന് നിശ്ചയിക്കാൻ കഴിയുന്നുമില്ല. എന്തൊരു ഗതികേട്! ഇതാണ് വിലാസം. നിങ്ങൾക്കറിയാമോ ഈ സ്ഥലം? യഷ്കോൾ താഴ്വര. സഹൃദയരേ ഗുരുജനങ്ങളെ,
ഇസ്രയേൽ ജനത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട കാനാൻ ദേശത്തിൻ്റെ നേർക്കാഴ്ചയ്ക്ക് അയക്കപ്പെട്ടവർക്ക് മുമ്പിൽ നേരറിവായിരുന്നു സമൃദ്ധിയുടെ എഷ്കോൾ താഴ്വര. ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നതും പറഞ്ഞു വയ്ക്കുന്നതും കെട്ടകാലത്തിൻ്റെ ഉമ്മറക്കോലായിലിരുന്ന് വ്യവസ്ഥിതികളോട് പരിതപിച്ചും പ്രതിഷേധിച്ചും ഇന്നലകളിൽ എരിഞ്ഞു തീർന്ന ഇന്നിൻ്റെ ഭൂമുഖത്ത് ശേഷിക്കുന്ന ഈ തിരുവെളിച്ചം കൂടി അണച്ചിട്ട് ഇരുളിനെ പഴിക്കുന്ന സൈബറിടങ്ങളിലെ വിരലനക്കങ്ങൾ കൊണ്ട് ജീവിതം അടയാളപ്പെടുത്തുന്ന ഞാനും നിങ്ങളും ചേരുന്ന സമൂഹത്തോടാണ്. ഓർമ്മിക്കുക, അറിയുക. അതിജീവനത്തിന് അനുകൂലനങ്ങൾ നൽകിയാണ് ചരാചരങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ യഥാകാലം ഫലം നൽകുമ്പോഴാണ് നമ്മുടെ ജന്മം അർത്ഥപൂർണമാകുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിൽ വിരിയുന്ന ഉപമകളിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, സൂചകങ്ങളുണ്ട്. കണ്ടെത്താനും തിരിച്ചറിയുവാനും കഴിയുന്നതുവരെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യങ്ങളും പ്രബോധനങ്ങളും നമുക്ക് വഴികാട്ടിയാകുന്ന കാലത്തിലേക്ക് കണ്ണും കാതും മനസ്സും തുറന്നു വയ്ക്കാം. ദേ, പേരിൽ തന്നെ ഒരു ദുരൂഹത തോന്നുന്നു, അല്ലേ? തേനും പാലുമൊഴുകുന്ന കാനാൻ ദേശമൊന്ന് നോക്കാൻ പാരാൻ മരുഭൂമിയിൽ നിന്നും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തവരെ മോശ അയച്ചു. ആ ദേശവാസികളെക്കുറിച്ചും അവിടുത്തെ സമൃദ്ധിയെക്കുറിച്ചും അറിഞ്ഞു വരികയെന്നതായിരുന്നു ലക്ഷ്യം. അവർക്ക് മുന്നിൽ ഫലസമൃദ്ധിയുടെ തികവും വിശാലമായ പട്ടണങ്ങളും കോട്ടയും കെട്ടി ബലപ്പെടുത്തിയ ആ ദേശം നിലകൊണ്ടു. ശക്തരായ ദേശവാസികൾ. നിരീക്ഷകർ മടങ്ങിയപ്പോൾ താഴ്വരയിലെ മുന്തിരിത്തോപ്പിൽ നിന്ന് ഒരു മുന്തിരിക്കൊമ്പ് കുലയോടെ മുറിച്ചെടുത്ത് അത് 2 പേർ കൂടി തണ്ടിന്മേൽ ചുമന്നുകൊണ്ടു പോന്നു. കുറേ മാതളപ്പഴവും അത്തിപ്പഴവും അവർ കൊണ്ടുവന്നു. അന്ന് ഇസ്രായേൽക്കാർ മുന്തിരിക്കുല മുറിച്ചെടുത്തത് കാരണം ആ സ്ഥലത്തിന് എഷ്കോൾ താഴ്വര എന്ന പേര് കിട്ടി. എനിക്ക് പേടി തോന്നുന്നു. അതിപുരാതന കാലത്തുള്ള ഒരു ദേശത്തേക്കാണോ ഞങ്ങൾ ജോലി തേടി എത്തപ്പെട്ടിരിക്കുന്നത്? ഇന്നിൽ കാലുറപ്പിക്കുമ്പോഴും ഇന്നലകളിലേക്കൊന്ന് നോക്കുന്നത് നല്ലതല്ലേ? മുന്തിരിത്തോപ്പാണെന്നല്ലേ പറഞ്ഞത്? വെട്ടും കിളയും ഒക്കെ ആയിരിക്കും പണി. ഓ, കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നിട്ട് നാശം. ദാ 3-ാം മണിക്കൂറായിരിക്കും. ജോലിക്ക് തയ്യാറുള്ളവർ നേരെ കാണുന്ന ആ വഴിയെ പൊയ്ക്കൊള്ളുക. മാനേജറുടെ പണിയാണെങ്കിൽ ഞാൻ പോകാം. ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജോലി നിർണയിക്കാനും യോഗ്യത തീരുമാനിക്കാനും ഞാൻ ആളല്ല എൻ്റെ മക്കളെ. ജോലി എന്തു തന്നെ ആയാലും ഞാൻ പോകാൻ തീരുമാനിച്ചു. സർട്ടിഫിക്കറ്റുകളുടെ ഭാരം പേറുന്ന ദുരഭിമാനത്തിൻ്റെ ഈ വിഴുപ്പ് ഭാണ്ഡം ഞാനിവിടെ ഉപേക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ വരുന്നോ? നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പോകുന്നവൻ തനിച്ചു പോകണം. നിങ്ങൾ എന്തിനാണ് കോപിക്കുന്നത്? അയാൾ ഒരു മര്യാദ വാക്ക് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. ശരി, ഞാൻ നടക്കട്ടെ. ജീവിത വഴികളിൽ എവിടെയെങ്കിലും കണ്ടുമുട്ടുവോളം ഞാൻ ഓർമ്മിക്കും ഈ സഹചാരികളെ. ഒരാൾ അവൻ്റെ വഴി കണ്ടെത്തി.
സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിനും നിങ്ങളുടെ പഴങ്കഥയ്ക്കും വഴിപ്പെട്ടു പോയ ഒരു പമ്പര വീട്ടി. അയാളുടെ തീരുമാനം ശരിയാണെന്ന് വരുമോ? ലോകം അങ്ങനെയാണ് മക്കളെ. മറ്റൊരുവൻ്റെ ഭാഗ്യവും നിർഭാഗ്യവും അളന്നു തൂക്കി സ്വന്തം കാര്യം മറക്കും. എന്നിട്ട് ആത്മാർത്ഥത തൊട്ട് തീണ്ടാത്ത സന്തോഷ പ്രകടനമോ സഹതാപ പ്രകടനമോ നടത്തി വേഷം കെട്ടും. മുന്തിരിത്തോപ്പിലെ ജോലിയാകുമ്പോൾ ഇഷ്ടം പോലെ മുന്തിരി തിന്നാം. 2 പേർ കൂടി ചുമന്നുകൊണ്ടു വരണമെങ്കിൽ അത് എത്ര വലുതായിരുന്നിരിക്കണം. എല്ലാ മധുരഫലങ്ങൾക്കും നടുവിലായിരുന്നു വിലക്കപ്പെട്ട വൃക്ഷവും അതിലെ കനിയും. അരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അതിനായി അതിമോഹം കാണിച്ചു. അവസാനം പറുദീസയ്ക്ക് പുറത്തേക്ക് വഴി തുറന്നതും നിന്റെ മുത്തശ്ശിയായിരുന്നു എന്ന ഓർമ്മ വേണം. വിശക്കുന്നവനെ നയിക്കാൻ എളുപ്പമാണെന്ന് പ്രലോഭകൻ അറിയാമായിരുന്നു. വിശപ്പ് കൊണ്ടാണോ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത്? വിവേകശൂന്യത കൊണ്ടല്ലേ? പ്രലോഭകനെ പർദീസയിലേക്ക് അയച്ചതും ഈ ദൈവമല്ലേ? കൊള്ളാം മോളെ, കൊള്ളാം. അത്യാഗ്രഹത്തിൻ്റെയും അസൂയയുടെയും സംശയത്തിൻ്റെയും വിഷബീജങ്ങൾ ഉള്ളിൽ വഹിച്ച് അനുകൂല സാഹചര്യങ്ങളിൽ വെളിയിൽ വിഹരിക്കാൻ വിട്ടപ്പോൾ ഓർത്തില്ല അത് നിന്നെ തന്നെ തിരിഞ്ഞു കൊത്തുമെന്ന്. ആരാ ഒരു ഭാഗ്യാന്വേഷി കൂടി കുന്നുകയറി വരുന്നുണ്ടല്ലോ. ഹോ, എന്തൊരു മണം! താനെന്താ പന്നിക്കൂട്ടിൽ നിന്നാണോ വരുന്നത്? അതെ, ചീഞ്ഞു നാറുന്ന വസ്ത്രം എൻ്റെ ഇന്നലകളാണ്. തനിക്കൊന്ന് അലക്കി കുളിച്ചുകൂടെ? ആകാമായിരുന്നു. കുളിക്കാൻ പോയിട്ട് കുടിക്കാൻ പോലുമുള്ള വെള്ളമില്ലാത്ത ദേശത്തു നിന്നാണ് ഞാൻ വരുന്നത്. എന്താ കുടിവെള്ളം ഊറ്റി കുപ്പിയിലാക്കുന്ന ആഗോള ജലപിശാച് ആ ദേശവും അടിമപ്പെടുത്തിയിരുന്നോ? ഞാൻ അവിടെ പരദേശിയായിരുന്നു, ദേശം ക്ഷാമത്തിലും. പാപി ചെല്ലുന്നിടം പാതാളം. എന്തായാലും താൻ പോയി കുളിക്കടോ, വല്ലാത്ത നാറ്റം. അതെ, ഒന്ന് കുളിക്കണം, അതിനാണ് വന്നത്. എവിടെയോ കണ്ടുമുറന്ന മുഖം. എവിടെയാണ് മോനെ നമ്മൾ തമ്മിൽ കണ്ടിട്ടുള്ളത്? പന്നിക്കൂട്ടിൽ നിന്നാ വരുന്നതെന്ന് അവൻ പലതവണ പറഞ്ഞില്ലേ? ഏട്ടാ, ഫു, ഞാൻ നിന്റെ ഏട്ടനോ? എൻ്റെ കുടുംബത്തിലും കുലത്തിലും പിറക്കാൻ നിനക്ക് എന്ത് യോഗ്യത? കരയല്ലേ മോനെ. ഞാൻ രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പരിഹസിക്കേണ്ട മോളെ. മനുഷ്യൻ മനുഷ്യനെ അറിയുന്നു എന്ന് വിചാരിച്ചാൽ മതി. എന്നെ തിരിച്ചറിയാൻ ഒരാൾ അങ്ങ് ദൂരെ, ഒരുപാട് സ്നേഹവും സമ്പത്തുമുള്ള ഒരു പിതാപ്പിൻ്റെ മകനായിരുന്നു ഞാൻ. ഓഹരിയും വാങ്ങി ഏട്ടനെയും അപ്പനെയും പിരിഞ്ഞ് മോഹരഥത്തിൽ ഞാൻ പോയ വഴികൾ സമ്പത്തുകൊണ്ട് നേടാൻ കഴിയുന്നതത്രയും വാങ്ങിക്കൂട്ടാനായിരുന്നു. ചൂതാട്ട മന്ദിരങ്ങളും വേശ്യാഗൃഹങ്ങളും ഭോജനശാലകളും ലഹരി നുരയുന്ന മഞ്ഞു കൂടാരങ്ങളും പട്ടുകമ്പളം വിരിച്ച് എന്നെ വരവേറ്റു. രാവറിയാതെ പകലറിയാതെ ഞാൻ മതിച്ചു. മതപ്പാടുണങ്ങിയപ്പോൾ ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു. ഞാൻ ദരിദ്രനായിരിക്കുന്നു. മടിശീലയും മധുരമൊഴികളും എനിക്ക് അന്യമായിരിക്കുന്നു. അങ്ങനെ നീ പന്നിക്കൂട്ടിൽ ചെന്നുപെട്ടു. ആഹാരത്തിന് മേൽ വല്ലാത്ത ആവേശത്തോടെ ചാടി വീഴുന്ന അവറ്റകൾ നിന്നെ കടിച്ചു തിന്നാഞ്ഞത് ഭാഗ്യം. പിന്നെ എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു? നീറുന്ന ദുരവസ്ഥയിൽ നാറുന്ന പന്നിക്കുഴിയിൽ ഇരിക്കുമ്പോൾ ഞാൻ മുകളിലേക്ക് നോക്കി. പന്നികൾക്ക് കഴിയാത്ത ഒരു കാര്യമാണത്. ദുരവസ്ഥയിൽ ജന്മം പഴിച്ച് വിധിയോട് സന്ധി ചെയ്യുന്നവർക്ക് മുകളിലേക്ക് നോക്കാൻ കഴിയില്ല. ആകട്ടെ, എന്തായിരുന്നു നിന്റെ അനുഭവ പാഠം? എനിക്കൊരു പിതാവുണ്ട്. ഞാൻ വിട്ടുപോന്ന വീടുണ്ട്. ഞാൻ പടിയിറങ്ങിപ്പോരുമ്പോൾ
കാലിയായ മുറി ഇപ്പോഴും ആ ഭവനത്തിലുണ്ട്. സ്നേഹനിധിയായ എൻ്റെ അപ്പൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് സ്ഥാനമുണ്ടാവും. പോകണം. ഒരു ദാസനായെങ്കിലും അവിടെ കഴിഞ്ഞാൽ മതി എനിക്ക്. ആത്മാവ് പോലും പുഴുക്കുത്തു വീണ എനിക്ക് ആ പിതൃപാദങ്ങൾ മാത്രം ശരണം. ഞാൻ പോവട്ടെ. വഴിയിൽ ഒരിടത്തും തളർന്നു വീതാതെ ഞാൻ അവിടെ എത്താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ. ഓവേ. ദാ 6-ാം മണിക്കൂറിലെ മണിയും മുഴങ്ങി. മോളെ, ഇനിയും നീ ജോലിക്ക് പോകുന്നില്ലേ? എത്ര ദൂരം വന്നിട്ട് തിരിച്ചു പോകാൻ കഴിയുമോ നിനക്ക്? അനുഭവങ്ങളുടെ ഉലയിൽ നീറിത്തെളിഞ്ഞ ആ ചെറുപ്പക്കാരൻ എൻ്റെ തീരുമാനങ്ങൾ തിരുത്തിയിട്ടാണ് പോയത്. ഞാൻ ജോലിക്ക് പോവുകയാണ്. കണ്ണീർ പരമ്പരകൾ കണ്ട് കരയുന്ന ഒരു പെണ്ണായി കൂടെ ഞാൻ. എനിക്കായിട്ട് ചെയ്യാൻ പറ്റിയ ജോലികൾ മുന്തിരിത്തോപ്പിൽ ഉണ്ടാകുമല്ലോ. ഞാൻ പോകുന്നു. പോരുന്നോ? മോള് ചെന്നാട്ടെ. മോൾക്ക് നല്ലത് വരും. നഗരരാത്രികൾ ചവച്ചു തുപ്പിയ ഒരു പെൺകുട്ടിയും ഒരു പറ്റം കഴുകന്മാരും നാളത്തെ പത്രങ്ങളും ചാനലുകളും ഇത് മാമാങ്കമായി കൊണ്ടാടും. അനിശ്ചിതത്വത്തിലേക്ക്, അപകടത്തിലേക്കാണ് അവൾ പോയത്. എന്തു പറ്റി നിനക്ക്? അവൾക്ക് അവളെ സൂക്ഷിക്കാനറിയാം. വിവേകശൂന്യകളായ കുറച്ചു പേരുടെ അനുഭവങ്ങൾ കൊണ്ട് എല്ലാവരെയും അളക്കാൻ നീ ശ്രമിക്കരുത്. അതൊരു തരം മാനഭംഗം ചെയ്യലാണ്. എന്തൊരു കുളിർക്കാറ്റാണിവിടെ. സ്വച്ഛതയുടെ സംഗീതം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഓ, ഇതിലെന്ത് ഇത്ര പുതുമ? കുളിർക്കാറ്റും സ്വച്ഛതയും ഇവിടെ ഉള്ളത് തന്നെ. ഈ മുറിവുകളൊക്കെ എങ്ങനെ പറ്റിയതാ? വിൽക്കാനുള്ളതെന്തും വാങ്ങിക്കൂട്ടാൻ തിടുക്കപ്പെടുന്നതാണല്ലോ ഇന്നത്തെ ലോകം. മൊട്ടുസൂചികൾ മുതൽ മൊട്ടക്കുന്നുകൾ വരെ വിൽക്കുന്ന തുറന്ന കമ്പോളത്തിൻ്റെ വക്താവായിരുന്നു ഞാൻ. പരസ്യം വഴി പഞ്ചേന്ദ്രിയങ്ങളെ ഉണർത്തി പാമ്പ് പഴം തീറ്റിച്ചതുപോലെ ഒരു ചെറിയ പരസ്യം, അതും ആൾ ദൈവങ്ങളെ കൊണ്ട്. അതുമതി. ലാഭങ്ങളുടെ പെരുക്കങ്ങൾ സ്വപ്നതുല്യം. അതിനിടയിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ശ്രദ്ധിക്കാൻ നേരമില്ലായിരുന്നു. പക്ഷേ എന്തു സംഭവിച്ചു? നിങ്ങളുടെ കച്ചവടം പൊട്ടിയോ? അതൊരു കഥയാണ്. കഥയല്ല ജീവിതം. കടം കൊണ്ട ജീവിതം. എന്താണത്? തിരക്കായിരുന്നു എല്ലാറ്റിനും. കുറുക്കുവഴികളിലൂടെ വ്യാപാര കേന്ദ്രത്തിലെത്താൻ പുറപ്പെട്ടു. പക്ഷേ ഇത്തവണ ഞാൻ ക്രൂരമായി ആക്രമിക്കപ്പെടുകയും സമ്പാദ്യം കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. എനിക്ക് മുൻപിൽ മരണം കോലം കെട്ടിയാടി. ഏതോ ഒരു നിമിഷത്തിൽ ഒരു സ്പർശനം. എൻ്റെ നേർത്ത ബോധതലങ്ങളിൽ എവിടെയോ ഒരു ഉറവ കിനിഞ്ഞിറങ്ങുന്നു. മുറിവുകളിൽ ലേപനം ചെയ്യപ്പെടുന്നു, വച്ചുകെട്ടുന്നു. സത്രത്തിൽ എനിക്കായി 2 ദിനാറ നിക്ഷേപം നടത്തുന്നു. ആര്? നന്മ ചെയ്തവൻ. ഈ മുറിവുകളിൽ എനിക്കു കാണാം ആ മുഖം. വിമർശനം കൊണ്ട് ലോകത്തെ നന്നാക്കാൻ വന്നതല്ല, ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്യാൻ മനസ്സുള്ള അയൽക്കാരനായിരുന്നു അയാൾ. അറിയാനും പറയാനും സ്നേഹിക്കാനും
ബാക്കി വെച്ചുപോയ അയാളെ തിരയുകയാണു ഞാൻ, നടക്കുകയാണു ഞാൻ. അയാൾ അധിക ദൂരം പോയിട്ടുണ്ടാവാൻ തരമില്ല. അവസരങ്ങൾ പലവട്ടം നിന്റെ മുമ്പിൽ വന്നു. ദുരഭിമാനത്തിൻ്റെ പേരിൽ ഇവിടെ ഇരിക്കാതെ നീ പോകാൻ നോക്ക്. മോനെ, ലക്ഷ്യങ്ങളുള്ളവരെല്ലാം പോയി കഴിഞ്ഞു. ഇനിയും ഇവിടെ ഇരുന്നാൽ നീ ഒറ്റയ്ക്കാകും. ശരി, പോവുക തന്നെ. എന്തായിരിക്കും കൂലി കിട്ടുന്നത്? അർഹിക്കുന്നത് നിനക്ക് കിട്ടും. ജോലിക്ക് വന്നവർ 3-ാം മണിക്കൂർ മുതൽ 11-ാം മണിക്കൂർ വരെ മുന്തിരിത്തോപ്പിൽ പണിക്ക് കയറി. വൈകുന്നേരം കൂലി തീർത്തപ്പോൾ ആദ്യം വന്നവനും അവസാനം വന്നവനും ഒരേ കൂലി. അടക്കം പറയുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഉടമസ്ഥൻ കുലുങ്ങിയില്ല. പണിമുടക്കും, ബഹിഷ്കരണവും, ഹർത്താലും. ഒന്ന് ചോദിക്കട്ടെ, ആരെ നന്നാക്കാനായി ഈ അശ്വമേധം? ജീവിതത്തിൻ്റെ നല്ല പങ്കും വ്യയം ചെയ്താണ് ഓരോന്നും സമ്പാദിക്കുന്നത്. അതിൻ്റെ പകുതിയും ഭരണാവകാശവും ചോദിച്ചു കൊണ്ടുവരുന്നതിലെ ധാർമ്മികത എന്താ? പഴകിത്തുരുമ്പിച്ച തത്വശാസ്ത്ര കൂട്ടിൽ നിന്ന് പുറത്തു കടന്ന് കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ ശ്രമിക്കുക. സഹനങ്ങളുടെ തീച്ചൂളയിൽ നിന്ന് ഉയർക്കൊണ്ട ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്കുമേൽ അധികാരരഥമുരുട്ടി രസിക്കരുത്. ഗതികെട്ടവന്റെ പ്രതികരണം ശക്തമായിരിക്കും. നോക്കൂ, എൻ്റെ അധ്വാനത്തിൻ്റെ ആദ്യ പ്രതിഫലം, ഞാൻ വിയർപ്പൊഴുക്കി നേടിയ സമ്പാദ്യം. ഇനി എത്രത്തോളം സമ്പത്ത് എനിക്കുണ്ടായാലും ഈ ഒരൊറ്റ നാണയത്തിൻ്റെ മൂല്യം അതിനൊന്നും ഉണ്ടാവില്ല. എഷ്കോൾ താഴ്വരയിലെ മുന്തിരിത്തോപ്പ് എനിക്കെൻ്റെ തൊഴിൽശാലയായിരുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങളുടെ പേരിൽ വികസനം തടയാത്ത, ഇടിച്ചു നിരത്തിലും വെട്ടുനിരത്തിലും കയ്യേറ്റവും പണിമുടക്കുമില്ലാത്ത, അധ്വാനത്തിൽ സംതൃപ്തി തേടുന്ന, അടിമയും ഉടമയും ഒന്നാകുന്ന തൊഴിൽശാല. അത് എൻ്റേതാണ് എന്ന് നെഞ്ചിലേറ്റി സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. നന്നായിരിക്കുന്നു കുട്ടി. സഹോദരങ്ങളെ, മുന്തിരിത്തോപ്പ് എനിക്കെൻ്റെ വീട് തന്നെയായിരുന്നു. എല്ലാ ആത്മീയ ഭൗതിക സാഹചര്യങ്ങൾക്കും നടുവിൽ നട്ടുവളർത്തപ്പെട്ട അത്തിവൃക്ഷമായിരുന്നില്ലേ ഞാനെന്ന് ഓർത്തുപോയി. മുന്തിരിക്ക് ലഭിച്ച പരിചരണം എനിക്ക് ലഭിച്ചിരുന്നെങ്കിലും യഥാകാലം ഫലം കൊടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖമാണ് എനിക്ക്. നോക്കൂ, പ്രതിഫലം എനിക്കൊട്ടും കുറഞ്ഞില്ല. കുത്തിത്തുളയ്ക്കുന്ന നോട്ടങ്ങളില്ലാതെ, തിരസ്കരണങ്ങളില്ലാതെ മാന്യമായി എനിക്ക് ജീവിക്കുവാനുള്ള സാഹചര്യം, വിടരാനും സൗരഭ്യം പൊഴിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. ഇതിലും അപ്പുറം എനിക്കെന്തു വേണം? മുന്തിരിത്തോപ്പിലെ ജോലി നിന്റെ ധാരണകൾ തിരുത്തുന്നതായിരുന്നു അല്ലേ? മാപ്പു തരണം, മാപ്പു തരണം കൂട്ടരെ. നിങ്ങളെ ഭരിക്കാനുള്ള അധികാരം ലഭിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു. എല്ലാവരുടെയും ശരികേടുകൾ തിരഞ്ഞു പിടിച്ച് ഞാനിരുന്നു. പകൽ ചൂടിൻ്റെ കാഠിന്യത്തിൽ
നിങ്ങൾ സംതൃപ്തിയോടെ ജോലി ചെയ്യുമ്പോൾ തട്ടിയും തടഞ്ഞും നിൽക്കുകയായിരുന്നു ഞാൻ. കൂലി തീർത്തപ്പോൾ എൻ്റെ കൈവെള്ളയിൽ വെച്ച് തന്ന ഈ നാണയം അതെൻ്റെ നെഞ്ചു പൊള്ളിക്കുന്നു. അർഹതയില്ലാത്ത പ്രതിഫലം. കൂട്ടരെ, ഇത് നിങ്ങളുടെ വിയർപ്പിൻ്റെ വിലയാണ്. ഇത് വാങ്ങൂ. ഇതെൻ്റെ കയ്യിലിരിക്കുവോളം എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. മാപ്പ്. എഷ്കോൾ മുന്തിരിത്തോപ്പ് നിനക്ക് പാഠശാലയായിരുന്നു. പരീക്ഷിച്ചും നിരീക്ഷിച്ചും നീ നിന്നെ കണ്ടെത്തിയ പരീക്ഷണശാല. നന്നായിരിക്കുന്നു മോനെ, നന്നായിരിക്കുന്നു. നിന്നെ ഉപേക്ഷിച്ചപ്പോൾ നിനക്ക് കിട്ടിയ പ്രതിഫലം തീർച്ചയായും നിനക്ക് അവകാശമുള്ളതാണ്. നോക്ക്, തേനും പാലും ഒഴുകുന്ന ദേശത്തിൻ്റെ സമൃദ്ധിയുടെ അടയാളമായിരുന്ന 2 പേർ ചേർന്ന് ചുമന്നുകൊണ്ടു പോകുന്ന മുന്തിരിക്കുല. എഷ്കോളിൽ മുന്തിരിത്തോട്ടങ്ങളിൽ മുന്തിരിക്കുലകൾ കൽക്കൂമ്പാരങ്ങൾക്ക് മുകളിലാണ് വിളഞ്ഞു കിടന്നിരുന്നത്. ശ്രേഷ്ഠമായ മുന്തിരിച്ചാറാണ് അതിൽ നിന്ന് ലഭിച്ചിരുന്നത്. മുന്തിരിത്തോട്ടത്തിലെ വേലക്കാർ എന്ന നിലയിൽ കൂട്ടായ്മയിലായിരിക്കാനും താങ്ങാകാനും തണലാകാനുമുള്ള വിളിയാണ് നമുക്കുള്ളത്. എഷ്കോൾ മുന്തിരിത്തോപ്പിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട്. പ്രായഭേദമന്യേ ആർക്കും അപേക്ഷിക്കാം. വിലാസം: യേശുക്രിസ്തു, പർദീസ ഭവൻ, കാൽവരി PO, ഇടുങ്ങിയ വഴി, സ്വർഗരാജ്യം. വിലാസം ഒരിക്കൽ കൂടി: യേശുക്രിസ്തു, പർദീസ ഭവൻ, കാൽവരി PO, ഇടുങ്ങിയ വഴി, സ്വർഗരാജ്യം. തിരുക്കുടുംബത്തിൻ്റെ ചൈതന്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കി മാറ്റാനുള്ള ഒരു ക്ഷണമാണിത്. തിരുക്കുടുംബത്തിൻ്റെ ചൈതന്യം ഈ ലോകത്തിൽ പ്രഭ വിതറട്ടെ. നസ്രത്തിൽ ഉണ്ടൊരു പുണ്യഗേഹം, ദൈവം തിരഞ്ഞെടുത്തൊരു ഭവനം. മറിയവും യൗസേപ്പും തനയനാമേശുവും ചേർന്നു നിർമ്മിക്കുന്ന തിരുകുടുംബം. അവിടെയുണ്ട് ത്യാഗത്തിൻ പരിമളം, അവിടെയുണ്ട് സ്നേഹത്തിൻ ആർദ്രത.